എന്താ പറ്റിയമ്മേ? പിച്ചടിച്ച സാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാവോ? നോക്കാം. ഷിഫ്റ്റ് റെഡ്. യെസ് ഡോക്ടർ. Priya, go take a detailed history. Sister Ji, start oxygen. Temperature and GRBS ഒന്ന് ചാർട്ട് ചെയ്യണം. Loras ഒന്ന് ലോഡ് ചെയ്യണം. GRBS കൂടെ നോക്കിയേക്കണേ. ഓക്കെ ഡോക്ടർ. Priya, what's the history? Trauma history ഉണ്ടല്ലേ? ട്രോമ ഹിസ്റ്ററി അമ്മ പറഞ്ഞില്ല സാർ. പറഞ്ഞില്ല എന്നാണോ താൻ ചോദിച്ചില്ല എന്നാണോ? ഞാൻ ചോദിച്ചതാ. Priya, you think I'm a fool? Have you seen the lacerated wound on the occipital region? There are also multiple abrasions all over the body. Go call the bystander. സാറ് കുഴപ്പമൊന്നുമില്ലല്ലോ? കൊച്ചിന്റെ ദേഹത്ത് മുറിവിന്റെ പാടുകളുണ്ടല്ലോ. കൊച്ചെവിടെയെങ്കിലും വീണായിരുന്നോ? ഇന്നലെ ഒന്ന് വീണായിരുന്നു സാറ്. എങ്ങനെയാ വീണേ? നെറ്റി ഇടിച്ചാ വീണേ. ഓക്കെ സാറ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? നമുക്ക് നോക്കാം. മോനെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. പേടിക്കാനൊന്നും ഇല്ലല്ലേ? നോക്കാം, ഞാൻ നോക്കട്ടെ. ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. ഇതാണോ താൻ പറഞ്ഞ ഹിസ്റ്ററി? ആ ട്രോമ ഹിസ്റ്ററി എവിടെ നിന്ന് വന്നു? ട്രോമ ഹിസ്റ്ററി അമ്മ പറഞ്ഞില്ല. റിയ, ഡോണ്ട് ട്രൈ ആൻഡ് ബ്ലഫ് വിത്ത് യുവർ സീനിയേഴ്സ്. ഇത്രയും നാളായിട്ട് ഒരു പ്രോപ്പർ ഹിസ്റ്ററി എടുക്കാൻ പോലും അറിയില്ലേ? ഡോണ്ട് യു ഫീൽ അഷേംഡ്? ടേക്ക് എ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ആൻഡ് സെൻഡ് ദ പേഷ്യന്റ് ഫോർ ആൻ എമർജൻസി CT ഹെഡ്. ക്വിക്ക്. എന്താ സംഭവിച്ചത്? വീണതാ. കുട്ടിക്ക് ബോധമെല്ലാം പോയായിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടർ. ഇത് MLC കുത്തിക്കോ. അതെന്തിനാ MLC കുത്തുന്നേ ചേച്ചി? നീ പേഷ്യന്റിന്റെ അമ്മ പറഞ്ഞ ഹിസ്റ്ററി ശ്രദ്ധിച്ചായിരുന്നോ? 2 മിനിറ്റ് കൊണ്ട് അവർ ഹിസ്റ്ററി മാറ്റി പറഞ്ഞത്. കൊച്ചു തലയിടിച്ച് വീണെന്നാ പറഞ്ഞത്. ബട്ട് ദർ ഇസ് നോ സിംഗിൾ ഇഞ്ചുറി ഓവർ ദ ഫോർഹെഡ്. ഇൻസ്റ്റെഡ് ദർ ഇസ് എ ഡീപ് ലാസറേറ്റഡ് വൂണ്ട് ഓവർ ദ ഓക്സിപിറ്റൽ റീജിയൻ ആൻഡ് ദാറ്റ് ഇസ് ഹീൽഡ്. ഹിസ്റ്ററി ആൻഡ് ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ആർ നോട്ട് മാച്ചിങ്. ഈ കഴുത്തിലെ കൺഫ്യൂഷൻ കണ്ടോ? ടിപ്പിക്കൽ 6 penny bruise ആണ്. And there are different bruises or different body parts of different periodicity. All this suggestive of battered baby syndrome. എന്നാ നമുക്ക് CTക്ക് ഷിഫ്റ്റ് ചെയ്താലോ? ഓക്കെ ചേച്ചി. ഹായ്, കുറെ നാളായല്ലോ. എന്താ ഇപ്പൊ വിളിക്കാൻ തോന്നിയേ? ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലായിരിക്കും അല്ലേ? പിന്നെന്താ, ഞാൻ വരാലോ. ഹലോ ഹലോ, ഡോക്ടർ സന്തോഷ് പറ്റിയല്ലേ? അതെ, ആരാ? ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് അറിയാനായിരുന്നു. ലക്സി, എത്ര നാളാടാ കണ്ടിട്ട്? നീ ഇത് എവിടെയാ? നിന്റെ ഒന്നും ഒരു വിവരമല്ലല്ലോടാ. എന്തുണ്ട് വിശേഷം? എനിക്ക് വരുന്നതായിരുന്നു നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു. വിശേഷമൊക്കെ നേരിട്ട് പറയാൻ മുത്തേ, ഞാൻ കോളേജിലുണ്ട്. നീ നമ്മുടെ പണ്ടത്തെ റൂമിൽ കയറിക്കോ, ഞാനും വന്നേക്കാം. ഓക്കെ.
ആരാരോ താനെ മനഞ്ഞെന്നോ നിറമേഴും ചാലിച്ചെഴുതിയതോ ആരാരോ താനെ മനഞ്ഞെന്നോ നിറമേഴും ചാലിച്ചെഴുതിയതോ എതിരേറ്റു നീലവാനം തളിരിട്ടു തേൻകിനാക്കൾ വഴി കാത്തു നോക്കി നിൽക്കും മലർത്തേൻ കിളിക്കുരുന്നേ കൂട്ടുപോരുമോ നീ കൂടെ പറയാത്തത് പറയാനുള്ളൊരിടം അറിയാത്തത് അറിയാനും ഇവിടം പറയാത്തത് പറയാനുള്ളൊരിടം അറിയാത്തത് അറിയാനും ഇവിടം വെയിൽ ചൂടി മൂടി നിൽക്കും ഈ കുഞ്ഞു ഗോപുരങ്ങൾ അണിചേർത്തു തീർത്തു വച്ചു ഈ നല്ല സൗഹൃദങ്ങൾ അഴിയാതെ കാത്തുവയ്ക്കാം എന്നും എതിരേറ്റു നീലവാനം തളിരിട്ടു തേൻകിനാക്കൾ വഴി കാത്തു നോക്കി നിൽക്കും മലർത്തേൻ കിളിക്കുരുന്നേ കൂട്ടുപോരുമോ നീ കൂടെ അളിയാ എനിക്കൊരു പ്രോക്സ് വിളിച്ചേക്കെ. ഡാ എന്താടാ? എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാടാ. ഏത്? എടാ ഫസ്റ്റ് ഇയറിലെ റിയല്ലേ, അവളെ എനിക്ക് ഇഷ്ടാ. അതിന് നീയൊക്കെ നോക്കി അവള് വീഴൂ. അതെന്താടാ? എടാ വെറുതെ നിങ്ങളുടെ പുറകെ നടന്ന് സമയം കളയല്ലേ. അവൾ ആ ടൈപ്പ് അല്ല. ആ ജെറി ആളൊരു ചൊറിയാണേലുവേ അവൻ്റെ ഇവിടെ ഭയങ്കര ഫാൻ ബേസാ. ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഡാൻസർ. നീ കുറച്ച് പാടുപെടും. അങ്ങനെയാണോ? അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാൻ അവളെ വളച്ചിരിക്കും. ആ ഹായ് റിയ. റിയ ആയിടാ ക്ലാസ് കഴിഞ്ഞ് എങ്ങോട്ടാ നേരത്തെ? ഹോസ്റ്റലിലോട്ട്. അല്ലാതെ ഞാൻ അവിടെ പോവാനാ? ഇപ്പൊ ക്ലാസ് ഒക്കെ ബോറായി തുടങ്ങിയിട്ടുണ്ടല്ലേ? ഓ പരമ പോറ്. ആഹാ, ഞാൻ പുറകെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. പിന്നെ എല്ലാരും എങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ആണോ? ആരെങ്കിലും ഒക്കെ വരുവാടാ. ആ നോക്കാം. ആ ദേ എത്തിയല്ലേ. ഡാ ഇങ്ങ് വന്നേ. എന്താടേ നിന്റെ പേര്? റിയ. നീ ഏത് ഇയറാ? ഫസ്റ്റ് ഇയറാ. എന്നാ ഈ റെക്കോർഡ് ഐശ്വര്യമായിട്ട് അങ്ങ് വാങ്ങിച്ചോ, എന്നിട്ട് എഴുതിയിട്ട് കൊണ്ടുവന്നാ മതി. ചേട്ടാ എനിക്ക് എക്സാംസാ. ആ നിർത്ത്. എക്സാമിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. പയ്യെ എഴുതിയിട്ട് കൊണ്ടുവന്നാ മതി. എൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോ. 8075964768. നോട്ട് ചെയ്തോ? പോക്കോ. ഹാ നീ എവിടെ പോണ്? നീ ഇങ്ങ് വന്നേ. എന്താ? ഫസ്റ്റ് ഇയർ പെൺപിള്ളേരെ പുറകെ നടക്കരുത് നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടറാ? ഇനി എങ്ങാനും അവരുടെ ഒപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചതിന്റെ ചെപ്പ ഞാൻ പിടിക്കും, മനസ്സിലാടാ? പൊക്കോ.
സോറി മാഡം. എനിക്ക് തന്നെ സോറി ഒന്നും കേൾക്കണ്ട. ഞാൻ അത് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യും. സോറി മാഡം. വേണ്ട, താൻ ഇനി എക്സാം എഴുതണ്ട. പ്ലീസ് മാം. ഗെറ്റ് ഔട്ട്. ഇനി റിപ്പീറ്റ് ചെയ്യില്ല മാം, പ്ലീസ്. ഐ സേ യു ഗെറ്റ് ഔട്ട്. മാം പ്ലീസ്. ഔട്ട്. ഡാ അലക്സി. അളിയാ, അളിയാ. എത്ര നാളാളെ കണ്ടിട്ട്. ഇവിടെ വന്ന് കേറിയപ്പോ തൊട്ട് നിന്നെ അജുവിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോടാ. എന്തുമാത്രം ഓർമ്മകളാടാ ഈ ചുവരുകളിലൊക്കെ. എന്താടാ പക്കാ നൊസ്റ്റു കളിയാ. ഡാ ഇവിടെ സാധനം വല്ല ഇരിപ്പുണ്ടോ? സാധനമൊക്കെ ഇവിടെ ഉണ്ട് മോനെ. ദാ ആഹാ, പിടികളിയാ. Cheers. പോയിട്ട് ആ പാട്ടൊന്നും കൂടി ഇട്ടെ. റെഡി 3 2 1 ഗോ. ആ കമോൺ. ആ അങ്ങനെ. അലക്സേ, നീ എന്താ കാണിച്ചോണ്ടിരിക്കുന്നേ? സ്റ്റെപ്പ് അറിയില്ലേ? പഠിച്ചിട്ട് വാടാ. ഓക്കെ അറിയടാ. ആ എല്ലാരും കണ്ടിന്യൂ ചെയ്യ്. ആ വാ, കളി കളി കളി. കമോൺ. മാമനെ വാ. നിന്നെ ഡാൻസ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്നുള്ളടാ തോന്നേ. സാരല്ലടാ, അല്ലെങ്കിലും കഴിവില്ലാത്തൊരു ലോകം അംഗീകരിക്കലടാ. എന്തായാലും നീ തകർന്നിരിക്കല്ലേ. ഒരു കാര്യം കൂടെ പറയട്ടെ. ആ ജെറിയും റിയയും കൂടെയാണ് ഡാൻസ് കളിക്കാൻ പോകുന്നതെന്നാ കേട്ടെ. ആടാ. ആ കളിച്ചോ. ആ ഓക്കെ ഓക്കെ, മതി മതി മതി. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തുടങ്ങാം കേട്ടോ. എല്ലാരും പോയിട്ടോ. ആ റിയ, റിയ ഒന്ന് വന്നേ ഒരു മിനിറ്റ്. എന്ത്? നമുക്ക് ആ ഡാൻസ് ഒന്ന് കളിച്ചു നോക്കിയാലോ? വാ, നമുക്കൊന്ന് ട്രെയിൽ നോക്കാം റിയ. കമോൺ. അല്ല നിങ്ങളെന്താ ഇവിടെ? എണീറ്റേ. ആ മക്കളൊരു കാര്യം ചെയ്യ്, പോയി എനിക്കൊരു കോക്ക് വാങ്ങിച്ചോളൂ കേട്ടോ. ആ എന്നാ പിന്നെ അറിയാം, നമുക്കങ്ങ് തുടങ്ങിയാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നം. ടീമിന് വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ 3 പ്രോപ്പ് കിട്ടിയാൽ അതിന് ഞാൻ സെറ്റാക്കി തരാം. ഇപ്പൊ തന്നെ റെഡി. എടാ പിന്നെ ഇവന്റ്സിന് വേറെ ഡിലേ ഒന്നും ഇല്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ആ പിന്നെ ആ ശരി എന്നാ ശരി. ഹലോ ചേട്ടാ. എന്താ പറഞ്ഞോ? ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? അത് എന്നെ ഡുവറ്റ് ഡാൻസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരാമോ? പ്രിയ, നാളെയാണ് പരിപാടി. ഈ ലാസ്റ്റ് നിമിഷം പറഞ്ഞാൽ എങ്ങനാ? എന്താ എന്റെ പ്രശ്നം? അത് ചേട്ടാ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. നീ ഉരുണ്ട് കളിക്കേണ്ട കാര്യം എന്താന്ന് പറ. റിയ, റിയ ഒരു മിനിറ്റ്. ചേട്ടാ. എടി എടി എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. അത് ചേട്ടാ ഞാൻ ഇപ്പൊ ഒന്നും പറയണ്ട. ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് ഞാൻ ഡീൽ ചെയ്യാം. പകരം നീ ആരെയാ മനസ്സിൽ കണ്ടേക്കുന്നത്? വേറെ ആരായാലും കുഴപ്പമില്ല. അങ്ങനെ പറയണ്ട, നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരുടെയും പേര് പറയണം. ആരാ? അതിപ്പോ
അത് പറ. ഞാൻ അലക്സിന്റെ കൂടെ കളിച്ചോളാം. അലക്സോ? ഏതോ വാനിൽ എന്നെ തേടും ഇഴിയോ, മായാക്കനവോ മായാജാലമന്ത്രം പെയ്യും മൊഴിയോ. നീലക്കടലോ ഏതോ വാനിൽ എന്നെ തേടും ഇഴിയോ, മായാക്കനവോ മായാജാലമന്ത്രം പെയ്യും മൊഴിയോ. നിലയ്ക്കാതെ മൗനം നിഴൽ തൂവി നിന്നിൽ മലർവാക പൂക്കൾ വരം തന്നതോ, ഒരു വാക്കിനാഴം കടം തീർത്തു എന്നിൽ കുളിർ കാറ്റു കാതിൽ പറഞ്ഞില്ലയോ. അനുവാദമില്ലാതെന്റെ ഉള്ളിൽ വന്നു നിന്നു, പിന്നെ പടിവാതിൽ മെല്ലെ ചാരി നീ. അകത്തൊന്നു വന്നു ആരും അറിയാതെ എന്നെ തൊട്ട് അനുരാഗഗാനം മൂളുമോ. ആരാദ്യം പറയും നീയോ നിന്നിൽ മുങ്ങും നീക്കിനാവോ. ആരാദ്യം മൂളും ഞാനോ എന്നിലലിയും നിന്റെ മൊഴിയോ. പുലർക്കാലമെന്നും നിൻ മാറിൽ ചായുറങ്ങാൻ മനം നോറ്റ നോമ്പും നീ അറിയുന്നുവോ. മണിത്തിങ്കൾ രാവിൽ നിൻ ചിരിപൂക്കും വാനിൽ മലർത്താരകങ്ങൾ മയങ്ങുന്നുവോ. നിനക്കെന്റെ നെഞ്ചിൽ പൂത്ത മുല്ല പൂവിനിതളുകൾ മഴ തോരും നേരം ചൂടുമോ. പ്രണയത്തിൻ താഴ്വാരത്തിൽ ഇന്നും വിരിമഴവില്ലുകളായി മറയാതെ നാമെന്നും. വാടാ കേറി വാടാ. ഫസ്റ്റ് ഇയർ ആർട്സ് ഞങ്ങൾക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ പോറ്റി കലാപ്രതിഭയായി. എനിക്ക് ഡാൻസ് കോമ്പറ്റീഷൻ ജയിക്കാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് അവളെ ഹൃദയം കീഴടക്കാൻ പറ്റി. മാനത്തൊരു മനക്കോട്ട കണ്ടേ തുടുത്തേ തകതകത. മാനത്തൊരു മനക്കോട്ട കണ്ടേ തുടുത്തേ തകതകത. പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തകതകത. മാനത്തൊരു മനക്കോട്ട കണ്ടേ തുടുത്തേ തകതകത. പാളിയ എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? മിസ്റ്റർ സന്തോഷ് പോറ്റി, ഒരു MBBS കാരൻ മറ്റൊരു MBBS കാരനോട് ഒരിക്കലും തന്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി ചോദിക്കാൻ പാടില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ മൈ ഡിയർ. ഒരു തിരക്കേറിയ വൺ വേ റോഡിലൂടെ ഒരു ലോഡ് പ്രഷറുമായിട്ട് വളരെ പതുക്കെ പോകുന്ന പാണ്ടിലോറി അല്ലടാ നമ്മളൊക്കെ. ഒരു U-ടേൺ എടുക്കാൻ പോലും ചുറ്റുമുള്ള വണ്ടികൾ നമ്മളെ സമ്മതിക്കില്ല. ഈ ചുറ്റുമുള്ള വണ്ടികൾ മീൻസ് നമ്മുടെ നാട്ടുകാർ, എന്റെ ബന്ധുക്കൾ. യു ഗോട്ട് ഇറ്റ്? ലെറ്റ് മീ കണ്ടിന്യൂ. +2 കഴിഞ്ഞ് നേരെ എൻട്രൻസ് കോച്ചിങ്. കഷ്ടപ്പെട്ട എൻട്രൻസ് എഴുതും. റാങ്ക് ഉള്ള പാണ്ടിലോറികൾ കൂളായി കയറി പോകുന്നു. കാശുള്ള പാണ്ടിലോറികളോ ടോൾ കൊടുത്തു പോകുന്നു. ചില പാണ്ടിലോറികളെ റിസർവേഷൻ എന്ന പേരിൽ റാങ്കും ടോളും ഇല്ലാതെ നമ്മുടെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കടത്തിവിടും. ഇതിലൊന്നും പെടാത്ത ബാക്കി ചില പാണ്ടിലോറികൾ റിപ്പീറ്റും റിപ്പീറ്റും ചെയ്ത് ഏതെങ്കിലുമൊക്കെ കോളേജിൽ കയറി പറ്റും. അവിടുന്ന് ടീച്ചർമാരുടെ ആട്ടും തുപ്പും കിട്ടി എങ്ങനെയോ പാസ്സാവും. എന്നിട്ടോ HOD, SR, JR എന്ന് വേണ്ട വഴിയിലൂടെ പോകുന്ന ബൈസ്റ്റാൻഡറിന്റെ വരെ തെറിയും കേട്ട് പട്ടിപ്പണിയോ എടുത്ത് ഹൗസ് സർജൻസി കഴിയുമ്പോഴോ ദേ വരുന്നു PG എൻട്രൻസ്.
അങ്ങനെ പ്രഷറിന്റെ മുകളിൽ പ്രഷറും വീട്ടുകാരുടെ ബാധ്യതകളുടെ ലിസ്റ്റും പേറിക്കൊണ്ട് ഹതഭാഗ്യരായ പാണ്ഡിലോറികൾ എങ്ങോട്ടെന്നില്ലാതെ അവരുടെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ചുരുളിയിൽ അകപ്പെട്ടവർ. ഹാ, സൂപ്പർ, എന്ത് മനോഹരമാണ് ഈ ജീവിതം. ഡേ നിർത്തടേ, താൻ എന്തൊരു നെഗറ്റീവ് ആണോ ഇത്? അതൊക്കെ വിട്. 3 വർഷമായില്ലേ അളിയനൂടെ. ഇവിടുന്ന് പോകാൻ പ്ലാനൊന്നും ഇല്ലേ? ആ പോകണം, പോകാൻ സമയമായി. പക്ഷേ എന്തോ ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ലടാ. എന്തോ ഒരു അറ്റാച്ച്മെന്റ്. അല്ലെങ്കിൽ നിന്നോട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാനേ പോകുന്നു. അതെന്താണോ അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞാൻ എങ്ങനെ ടോക്കണം? ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയമാരല്ലേ നിങ്ങൾ? ഇങ്ങനെ ഒരു ആത്മാവിടെ ജീവിച്ചിരിക്കുന്ന കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര വട്ടം നിന്നെയൊക്കെ ഞാൻ വിളിച്ചു. എടാ നീ ഇങ്ങനെ ഇമോഷണൽ ആയല്ലേ? നിന്നെ കാണാനല്ലേ ഞാൻ വന്നത്. ഓ, നീ അവളെ കാണാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് അവളെ മറക്കാൻ പറ്റില്ലല്ലോ. അയ്യോ. അമ്മേ ഞാൻ പോവാണേ. ശരി മോളെ. അവിടെ നിന്നേ. എന്താപ്പാ? ഇതെന്താ ഇത്? അപ്പൊ അത് അവന്റെ ഒരു ഗിഫ്റ്റ്. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോണം, കേട്ടല്ലോ? വീട്ടിലാകെ സീനാണ്. എനിക്കറിയാലോ, ഏട്ടനും അപ്പനും എല്ലാവരും പ്രശ്നമാക്കുക. ശരിയാവും തോന്നുന്നില്ലടാ. നമുക്ക് പിരിയാം. റിയക്ക് സുഖമല്ലടാ. ഓ ഞാനത് മറന്നു, നിങ്ങൾ ബ്രേക്കപ്പ് ആയല്ലേ? എന്നാലും അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആ ബൊക്കെ ആരായിരിക്കും ഇവിടെ വെച്ചേ? പോട്ടടാ. ഏട്ടാ ഇതേപ്പറ്റി എത്തിയോളാ. പിന്നെന്തല്ല, സുഖല്ലേ? സുഖം. നിന്റെ ഇന്റേൺഷിപ്പ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ ഒന്നും പറയണ്ട, ആകെ മൊത്തം കച്ചറയാണ്. ഇപ്പോഴാണ് ഫ്രീ ആയത്. ഇത്ര നേരം തിരക്കിലായിരുന്നു. ഒന്നടിച്ചിട്ട് ഇത്ര നേരം ഞാൻ ആ വാർഡിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർക്കൊന്ന് വിളിക്കാൻ തോന്നിയ നാശം. ഹലോ സിസ്റ്റർ ജി. ഹലോ ഡോക്ടർ ജി, രമണിക്ക് 102 ഫീവർ. ഒന്ന് പെട്ടെന്ന് വരണേ ഡോക്ടർ ജി. കുഴപ്പമൊന്നുമില്ല, ഒരു പാരഗ്രാഫ് ഇട്ട് കൊടുക്കും സിസ്റ്റർ ജി. അത് മാത്രമല്ല ഡോക്ടർ ജി, പേഷ്യന്റ് ഒന്ന് കാണാം, ബൈസ്റ്റാൻഡർ നല്ല ചൊറിയാ. ഒന്ന് പെട്ടെന്ന് വരാമോ ഡോക്ടർ ജി? ചൊറിയാണെങ്കിൽ കുറച്ച് കലാം ലോഷൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു സിസ്റ്റർ ജി. അതൊക്കെ ഡോക്ടർ ജി ഇഷ്ടം പോലെ. ഞാൻ കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ട്. VIP പേഷ്യന്റ് ആണ്. VIP ആണെങ്കിൽ എന്താ, അവർക്ക് കൊമ്പുണ്ടോ? ഇന്നൊന്ന് അടിച്ചറിയാ. ഹലോ ഡോക്ടർ ജി, പെട്ടെന്ന് ICUലോട്ട് വാ. ഹലോ ഹലോ സിസ്റ്റർ ജി.
എന്തോ സീനുണ്ട് ചേട്ടാ, ഞാൻ പോവാണേ. ഒറ്റയ്ക്ക് തീർക്കല്ലേ. ഹലോ, പെട്ടെന്ന് വാ, ഓറിയന്റേഷൻ ഇപ്പൊ തുടങ്ങും. മിക്കവാറും ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ വായിക്കുന്ന മൊത്തം കേൾക്കും. ഒന്ന് പെട്ടെന്ന് വാടാ. ആടാ എടാ ഞാനിപ്പോ വരാം. ആ പേരെന്താ മോളെ? ദേവിക. ഓക്കെ. മോളുടെ പേരെന്താ? മീന. ഓക്കെ. സാർ ആ വാ, കയറി വാ. ഞാൻ നമ്മുടെ പുതിയ ആള്. വാ കയറിയോ. നമ്മുടെ യൂണിറ്റ് വളരെ നല്ല യൂണിറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോടൊന്ന് ചോദിക്കാം. ഓക്കെ, ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. എല്ലാവരും കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചോണം കേട്ടോ. എന്താ ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇവിടെ നമ്മുടെ ഋഷിയുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഋഷിയോട് ചോദിച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് റൗണ്ട്സ് തുടങ്ങിയാലോ? ഓക്കെ, വാ. ആ മക്കളെ, ഒരു ഫീൽ ഗുഡ് മൂവി പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാലേ അങ്ങനെയല്ല. എപ്പോൾ വേണമെങ്കിലും ഇതൊരു ഹൊറർ മൂവിയായി മാറും. കേട്ടല്ലോ? നോക്കിയും കണ്ടുമൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. നാളെ നമ്മുടെ OT ഡേയാണ്. ഇൻവെസ്റ്റിഗേഷൻ, കൺസെൻറ്റ്, സൈറ്റ് മാർക്കിംഗ്, ക്ലിയറൻസ്, ഒരുപാട് പണി ബാക്കിയുണ്ട്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും. നീ OP പോ. നിങ്ങൾ പോയി കൺസൾട്ടേഷൻ വിളിച്ച് പറ. നിങ്ങൾ പോയി ഡിസ്ചാർജ് സമ്മറി അടിക്കുക. ഓക്കെ? എന്നാൽ ശരി, ബൈ. സിറപ്പ് ക്രിമാഫെൻ, ടാബ് ജെലൂസൽ 3 ദിവസത്തേക്ക് മരുന്ന് കഴിക്കുക. കഴിച്ചിട്ട് എന്നെ വന്ന് കാണും കേട്ടോ. എന്തോ നാടോ എഴുതി വെച്ചിരിക്കുന്നേ? ആദ്യം നിങ്ങളോട് ആരോ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിരിക്കുന്നേ? ഗെറ്റ് ഔട്ട്. താനെവിടെ പോന്നു? താനെവിടെ ഇരി? കോൾ ഋഷി. ആ, ഇത് കഴിച്ചാൽ മതി. അസുഖങ്ങളെല്ലാം കുറഞ്ഞോളും കേട്ടോ. ഓക്കെ. OT ലിസ്റ്റ് ഉണ്ടാക്കിയോ? ഇല്ല സാർ. ഇനിയിപ്പോൾ അത് ഞാൻ തന്നെ പോയി ചെയ്യണോ? പോയി OT ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ സാർ. താനെന്തിനാ നീ വെയിറ്റ് ചെയ്യുന്നേ? ഞാൻ എന്തായാലും പറയണോ? എടാ, OT ലിസ്റ്റ് ഇട്ടോ? പിന്നെ ഞാൻ പോയി ഇടണോ? വേഗം പോയി OT ലിസ്റ്റ് ഇടടാ. സാർ M1 ഡെത്ത് സമ്മറി. എന്തുവാടോ കാണിച്ചിരിക്കുന്നേ? ഓ, ഡെത്തായ പേഷ്യൻ്റാണോ നീ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നേ? നീയൊക്കെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റൂ. സോറി സാർ. 5 days എക്സ്റ്റൻഷൻ. ഗെറ്റ് ഔട്ട്. ഇവന്മാർക്ക് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും ഋഷി? സാർ അത് ആ M2-ലൊരു ഡ്രെയിൻ റിമൂവൽ ഉണ്ട് കേട്ടോ. അത് പോയി ചെയ്തോണേ. ചെയ്യാം സാർ. ഓക്കെ, ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. എല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്തോണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ. ഓക്കെ സാർ. എടാ അജുവേ, ആ M2-ലെ കുര്യാക്കോസ് ഇല്ലേ, അങ്ങേരുടെ ആ ഡ്രെയിൻ അങ്ങ് റിമൂവ് ചെയ്തേക്കണേ. അല്ല ചേട്ടാ, ഞാൻ ഇതുവരെയായിട്ടും ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. എടാ അത് സിമ്പിളാടാ. അതാ സൂചനം കട്ട് ചെയ്തിട്ടേ പയ്യെ ട്വിസ്റ്റ് ചെയ്തങ്ങ് എടുത്താൽ മതി. ചേട്ടാ അത് ഞാൻ എന്തേലും വിളിക്കുവേ. ആയിക്കോട്ടെ, ശരിടാ. ഓക്കെടാ, ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരാവേ. ഓ കഷ്ടം. എടാ അജുവേ, ഡ്രെയിൻ ഔട്ട് ചെയ്തായിരുന്നോ? ആ ചെയ്തു ചേട്ടാ. ആ കൊള്ളാലോ, നീ ഒരു ഫാസ്റ്റ് ഹാൻഡാണല്ലോ. താങ്ക് യു ചേട്ടാ. വയലിനെ ഡ്രെയിനേജ് ആയി പോന്നു. ഇനിയിപ്പോൾ ചെസ്റ്റിലെ ഡ്രെയിനോടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചേക്കാം. ആടാ ഓക്കെ, ശരി. സിസ്റ്ററെ സൈലന്റ് ആക്കി വെച്ചേക്ക്, അല്ലേ അത് വീണ്ടും അടിച്ചോണ്ടിരിക്കും. ആയുധം വെച്ചുള്ള കളിയാ, കോൺസെൻട്രേഷൻ പോവും. ചെസ്റ്റ് ഡ്രെയിനോ? അതേത് ഡ്രെയിൻ? ചേട്ടാ, അതിന് ICD വല്ല ആയിരിക്കോ? എടാ അത് ഊരല്ലേ? എടാ മക്കളെ,
കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിലും വലിയ സീനാവാൻ പോകുന്ന നാളത്തെ PAC ക്ലിയറൻസ് ആണ്. നാളത്തെ ക്ലിയറൻസ് അത്യാവശ്യം സെറ്റ് ആയില്ല ചേട്ടാ? ഏകദേശം എല്ലാം സെറ്റാ. പക്ഷെ നാളത്തെ ഫസ്റ്റ് കേസ് ഇതുവരെ വന്നിട്ടില്ല. ഒരു എൽദോസ് VIP പേഷ്യൻ്റാണ്. നാളെ സർജറി നടന്നില്ലെങ്കിൽ സാറ് നമ്മുടെ കാര്യം തീർക്കും. ചേട്ടാ പേഷ്യന്റ് എന്തെങ്കിലും കോമോപ്സ് ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ആ പേഷ്യൻറ്റിനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഡോക്ടർ ജി, നാളത്തെ കേസ് എൽദോസ് വന്നിട്ടുണ്ട്. സോ എൽദോസ് 70-year-old male, known case of type 2 diabetes mellitus, hypertension and CKD, posted for hernioplasty under GA. അനസ്തീഷ്യ ക്ലിയറൻസ് കിട്ടാൻ ബേസിക്കലി നമുക്ക് വേണ്ടത് കാർഡിയോളജി കൺസൾട്ടേഷൻ ഇൻ വ്യൂ ഓഫ് ഹിസ് ക്രോണിക് ഹൈപ്പർടെൻഷൻ. ഫോർ ദാറ്റ് വി നീഡ് എക്സ്റേ, ECG ആൻഡ് എക്കോ. ഓക്കെ, ആൻഡ് നെഫ്രോ കൺസൾട്ടേഷൻ ഇൻ വ്യൂ ഓഫ് CKD ഹിസ്റ്ററി ആൻഡ് മെഡിസിൻ കൺസൾട്ടേഷൻ ഇൻ വ്യൂ ഓഫ് type 2 diabetes mellitus. ഓക്കെ. അടിപൊളി. പൾമോ ക്ലിയറൻസും വേണ്ടി വരും. ചേട്ടാ, ഈ സമയത്ത് ക്ലിയറൻസ് എല്ലാം കിട്ടുമോ? കിട്ടും, പക്ഷെ അതിന് നിങ്ങൾ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. അപ്പം ശരി, ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ, ആ ഹാർട്ട് നടക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു രക്ഷയില്ലടാ, നല്ല പണിയാ. ഡോക്ടർ ജി ഒരു RT-PCR ഇടുവോ? അത് പ്രശ്നമാവും. ചേട്ടാ, ഡാൻസിന് ഇപ്പം ആക്ച്വലി ആൾക്കാരില്ല. ചേട്ടൻ ഇറങ്ങിയ ഡാൻസ് ഇവൻ്റെ സെറ്റാ ഞാൻ. എനിക്ക് വയ്യാത്തോണ്ടാടാ, പറ്റുമെന്ന് തോന്നില്ല. ഓപ്പോസിറ്റ് ടീമിൽ ആരൊക്കെ കളിക്കുന്നത്? എബിചാരനും ഉണ്ട്, പിന്നെ ജെറിചാൻ്റെ ടീമുണ്ട്. ടൈറ്റാ. അവനെങ്ങനെ? അവരുടെ ബാച്ചിൽ അഡീഷണൽ ഓപ്ഷൻ ഇട്ടിട്ടെന്നാണ് ഞാൻ കേട്ടെ. ചേട്ടാ, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ജെറിചാട്ടൻ നല്ല വാശിയില്ല. അവസാനത്തെ ആർട്സ് ആയതുകൊണ്ട് മൂപ്പരത് അടിച്ചിട്ട് പോകുള്ളൂ എന്നാ പറയണേ. അവനൊരു മാറ്റം ഇല്ലല്ലേ? എന്തായാലും എന്റെ കാര്യം ഡൗട്ടാ. ശരിയാട്ടാ. ചെറിയ നോക്കുമ്പോ ഇയാള് ചാടി ഇറങ്ങണ്ടാണല്ലോ. എന്താട്ടാ നമ്മുടെ പ്രാക്ടീസ് എപ്പോഴാ? ഏത് പ്രാക്ടീസ്? നമ്മുടെ ഡാൻസ് പ്രാക്ടീസ്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ നോക്കട്ടെ. ഇവിടെ മൈം ടീമും ഫാൻസി ഡ്രസ് ടീമും ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അവരുടെ ഉടനെ തന്നെ വിളിച്ചോ? അത് ഞാൻ ശരിയാക്കാം. ഇവിടെ റിയ ഉണ്ട്, ഞാൻ അവരോട് പറയാം. അടുത്തതായി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതാണ്. ഇതൊരു ശരിയാക്കിയല്ലോ, റെഡിയാക്കിയ സമയമായി. ഈ പള്ളിയിലെ ചമ്മയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഫാൻസി ഡ്രസ് തുടങ്ങാറായി കേട്ടോ. നിങ്ങളുടെ ടീം വേഗം റെഡി ആയി നിൽക്കണം കേട്ടോ. ചെസ് നമ്പർ 2 അലക്സ് ആൻഡ് ടീം. എന്തോ എന്തായിരുന്നു അവരുടെ ചിലരുടെയൊക്കെ ഷോ? പുറത്തുനിന്ന് കോറിയോ, 24 മണിക്കൂറും പ്രാക്ടീസ്. എന്നിട്ടിപ്പോ എന്തായി? ഒരു കാര്യമില്ല. ചെറിയാന്നിക്കല്ലേ, ഇവിടെ എല്ലാവർക്കും അറിയാം ആരാണ് ബെസ്റ്റ് ടീം ആർട്സിലെന്ന്. കേട്ടോ? എന്താടാ കഴപ്പേറിയിരിക്കണോ നിനക്കൊക്കെ? എന്നാ വാടാ, തല്ലി തീർക്കാടാ. എന്താടാ നിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയോ? പോടാ പോടാ പാൽക്കുപ്പി, പോടാ. ആരാടാ നിന്റെ പാൽക്കുപ്പി? ആദ്യത്തെ അടി പൊട്ടി, ഇനി ഒരു തിരിച്ചു പോക്കില്ല.
Final call for fancy dress. I repeat, this is the last and final call for fancy dress. ആരാടത്? ഇതാവളാ പോറ്റി നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഇന്റേൺഷിപ്പ്. ഈ ഫോട്ടോയിൽ നീ ഇല്ല? ഇല്ലടാ, നീ എന്നെ അതൊന്നും ഉറപ്പിക്കല്ലേ. ഞാൻ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച ചില നിമിഷങ്ങളൊന്നായിരുന്നു അത്. പിന്നെ നീയൊക്കെ പോയതിനു ശേഷം ഞാൻ പിന്നെ DH പോയായിരുന്നു. നിങ്ങളെ ഓരോരുത്തരും എനിക്കവിടെ കാണാമായിരുന്നടാ. അതൊന്ന് എടുത്ത് തുറക്കേ. എത്ര നേരമായിട്ടാണ് വിളിക്കുന്നത്? നിനക്കറിയാലോ ഞാനിവിടെ വന്നൊരു പാച്ചപ്പ് പ്രതീക്ഷ. ഇവിടെ വന്നിട്ട് ആദ്യമേ കണ്ടതും അവളെ തന്നെ. എന്നിട്ടെന്താ പഴയതുപോലെ തന്നെ. അവിടെ വീട്ടുകാരെ വിഷമിച്ചിട്ട് അവക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഷീസ് ഗോയിങ് ത്രൂ എ ലോട്ട്. ചിലപ്പോൾ അവൾക്ക് അവളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ, ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ ആയിരിക്കും നിന്നെ വിളിച്ചത്. അതെങ്ങനെ പണ്ടേ നിനക്ക് നിന്റെ കാര്യം മാത്രം നടന്നു കിട്ടിയാൽ മതിയല്ലോ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയിക്കുന്നതല്ലടാ നീ. നിനക്ക് ചുറ്റുമുള്ളവർ വേദനിക്കുന്നത് നീ കാണുന്നുണ്ടോ? നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? പലവട്ടം തോന്നിയിട്ടുണ്ട്. അഡീഷണൽ ബാച്ച് ആയതിനു ശേഷം നീയൊക്കെ എനിക്ക് വരെ തന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഇയർ എങ്ങനെ നടന്നവന്മാരാടാ നമ്മൾ. കഴിക്കാനാണെങ്കിൽ ഒരുമിച്ച്, കളിക്കാനാണെങ്കിൽ ഒരുമിച്ച്, ട്രിപ്പ് പോകാൻ ഒരുമിച്ച്, കുളത്തിൽ ചാടാൻ ഒരുമിച്ച്. അങ്ങനെ നടന്നിട്ട് നീയൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയില്ലടാ. ബാച്ചിൽ എന്തെങ്കിലും കാര്യം വന്നിട്ട് നീയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടോ? എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് തീരുമാനിക്കും. ഒരു സിമ്പിൾ കാര്യം പറയാം. അന്ന് നീയൊക്കെ ബോയ്സ് ട്രിപ്പ് പോയില്ലേ, എല്ലാവരും അടിച്ചു പൊളിച്ചേ. അന്ന് ഞാൻ വരുന്നോ നിങ്ങൾ ആരെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു? എടാ അതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ നിന്ന് വിടളിയാ. നിനക്ക് ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് വളരെ പ്രിയപ്പെട്ടതാകാം. നമ്മളെന്നെടുത്ത ഫോട്ടോയുടെ കാര്യം തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് നിന്നോട് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് എനിക്ക് എന്തോ പോസ്റ്റിങ്ങോ എന്തോ ആയിരുന്നു. ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്നെ കൂടെ ഒന്ന് വിളിക്കണം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു. നീ പോയിട്ട് ബാച്ചിൽ ഒറ്റൊരുത്തം പോലും എന്നെ ഒന്ന് ഓർത്ത് പോലും ഇല്ല. എൻ്റെ പോറ്റി നീ ഇങ്ങനെ ബാഡാകല്ലേ. ഞാനില്ലാത്ത ആ ഫോട്ടോ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കണമെങ്കിൽ അതെന്തുമാത്രം സ്പെഷ്യലായിരിക്കും എനിക്കെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും കൂടെയുള്ളവരെന്നും ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നീ അവളെ ഒന്ന് വിളിക്കുക. അധികം ആലോചിക്കാതെ വിളിക്കടാ. ശരിയാടാ, നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താടാ ഫോൺ കണക്ട് ആകുന്നില്ലല്ലോ? ഓ അത് റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കടാ. നീ പുറത്തു പോയി വിളിക്ക്. ഹലോ എടാ എന്താ സംഭവം? എടാ എത്ര വട്ടം ഞാൻ നിന്നെ വിളിക്കണം? ഹലോ 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 അന്ന് നിങ്ങളൊക്കെ പോയതിനു ശേഷം ഞാൻ പിന്നെ DH പോയായിരുന്നു. അന്ന് ഞാനവിടെ കണ്ടടാ നമ്മുടെ പരദീസ.